Hi friends, welcome back to Krazy Beats. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നോർമൽ ആയിട്ടുള്ളൊരു സെറ്റ് മുണ്ടിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് സാരിയിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ സെറ്റ് മുണ്ടിലാണ് ചെയ്യാൻ പോകുന്നത്. ഒരു എളുപ്പത്തിലുള്ള നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു വർക്ക് കൊടുത്തിട്ടൊരു മേക്ക് ഓവർ വരുത്താൻ പോവാണ്. ഇതൊരു പ്ലെയിൻ കോട്ടൺ ബ്ലൗസ് പീസാണ്. അതിലും വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ടും വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളെ മേലെ ഞെറിഞ്ഞെടുക്കുന്ന ആ ഭാഗമില്ലേ സെറ്റ് മുണ്ടിൽ, അവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം ഒന്ന് താഴെ കാണുന്ന റൈറ്റ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ മേലെ എടുക്കുന്ന ആ മുണ്ടുണ്ടല്ലോ, ആ മുണ്ടൊന്ന് ഞൊറി എടുത്ത് വെക്കണം. അപ്പോൾ ഞൊറി എടുക്കുക വെച്ചാൽ സാധാ പോലെ നമ്മൾ ആദ്യത്തെ ഭാഗം ഉള്ളിലേക്ക് മടക്കി അവസാനം എത്തുമ്പോൾ പുറമേക്ക് നിൽക്കുന്ന പോലെ ഞൊറി എടുത്ത് വരാം കേട്ടോ. എന്നിട്ട് നമ്മളതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. മുന്താണിയുടെ ഇറക്കമൊക്കെ നോക്കിയിട്ട് ഒന്ന് സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ സെറ്റ് മുണ്ടാകുമ്പോൾ എപ്പോഴും ഇങ്ങനെ പ്ലീറ്റ്സ് എടുത്തിട്ടല്ലേ ഇടുള്ളൂ, 1 ലെയർ ഇടില്ലല്ലോ. സാരിയൊക്കെ ആണെങ്കിലാണ് 1 ലെയർ ഇടുക. അപ്പം പ്ലീറ്റ്സ് എടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ വർക്ക് വരേണ്ടത്. അപ്പോൾ എത്രത്തോളം പോർഷനിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ ഒന്ന് നോക്കുക. മുന്താണിയുടെ ഇറക്കമൊക്കെ സെറ്റ് ചെയ്തിട്ട് ആ ഒരു ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ജസ്റ്റ് എന്തെങ്കിലും ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ വല്ല പിന്ന് അങ്ങനെ കുത്തി വെച്ചാലും മതി. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള പേൾസും പിന്നെ കുഞ്ഞു കുഞ്ഞു ഗോൾഡൻ്റെ ബീഡ്സും ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് നിസ്സാര പൈസയ്ക്ക് നമുക്ക് മേടിക്കാൻ കിട്ടണതേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഇരിക്കും കാണാനായിട്ട് കേട്ടോ. കുഞ്ഞു മണികളാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. പേൾസ് ഈ ഒരു വലുപ്പത്തിൽ. പിന്നെ നമ്മുടെ നോർമൽ ത്രെഡും നീഡിലും വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ചെയ്തെടുക്കണേന്നുള്ളത്. അപ്പോൾ ഹൂപ്സ് യൂസ് ചെയ്യണം കേട്ടോ. ഹൂപ്സ് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചുളിഞ്ഞ് പോവും നമ്മുടെ വർക്ക്. അപ്പോൾ ഹൂപ്സ് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ നീഡിൽ പുറത്തേക്ക് എടുത്തിട്ട് ഒരു പേൾ അതിനകത്ത് കോർത്തിട്ട് നീഡിലകത്തേക്ക് കുത്താം കേട്ടോ. അതിനുശേഷം തൊട്ടടുത്ത് തന്നെ വീണ്ടും കുത്തി പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ആ ഒരു റിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര ബീഡ്സ് വേണമെന്ന് നോക്കുക. അത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് അതിനകത്ത് കോർത്തെടുക്കുക. ഇപ്പോൾ ഇവിടെ ഒരു 8 ബീഡ്സ് മതിയാവും കേട്ടോ. അപ്പോൾ അത് ഫുള്ളും ഞാൻ ഇതിനകത്ത് കോർത്തെടുക്കുകയാണ്. കോർത്തെടുത്തതിന് ശേഷം നമ്മൾ പുറത്തേക്ക് എടുത്തില്ലേ നീഡിൽ, അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയായിട്ട് കുത്തി അകത്തേക്ക് എടുക്കുക. എന്നിട്ട് ആ ഒരു റിങ്ങിനെ നമ്മൾ അതിനകത്തൊന്ന് തുന്നി പിടിപ്പിക്കുക. എന്നിട്ട് ബാക്കിൽ ഇതേപോലെ നമ്മൾ ഒരു 2 കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. അത് ആ ഒരു വർക്കിനെ അവിടെ സെക്യൂർ ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് വേണം നമ്മൾ അടുത്ത വർക്കിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. വീണ്ടും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതേപോലെ ചെയ്ത് വരാം കേട്ടോ. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത കംപ്ലീറ്റ് പോർഷനും ഇതുപോലെ നമ്മൾ ചെയ്ത് വരണം. അപ്പോൾ ആ ഫുൾ നമ്മൾ മാർക്ക് ചെയ്ത പോർഷൻ ഫുൾ ഇങ്ങനെ ഇടയിൽ കുറച്ച് ഗ്യാപ്പിട്ട് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഷുഗർ ബീഡ്സ് ഗ്ലൂ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്നത് ഫാബ്രിക് ഗ്ലൂ ആണ്. ഇതിന് 15 രൂപയേ ഉള്ളൂ ചെറിയൊരു ഇതുപോലത്തെ ബോട്ടിലിന്.
പിന്നെ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഷുഗർ ബീഡ്സ്. ഇത് നമ്മുടെ ആ ഒരു സെറ്റ് മുണ്ടിൻ്റെ ആ കരയുടെ കളറിന് മാച്ച് ചെയ്തിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. ഇതുപോലെ ഒരു ഗ്ലോയിങ് ഒക്കെ ഉള്ള ടൈപ്പ് മണികളാണ്. എന്നിട്ട് ഇതുപോലെ എവിടെയെങ്കിലും ഒന്ന് വിരിച്ച് വെക്കുക കേട്ടോ നമ്മുടെ ഈ ഒരു വർക്ക് ചെയ്യേണ്ട ഭാഗം. എന്നിട്ട് അതിന് ശേഷം ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ട്സുകളായിട്ട് ഈ ഗ്ലൂ അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഷുഗർ ബീഡ്സ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഗ്ലൂ ഒട്ടിച്ചിരിക്കുന്ന സ്ഥലത്തൊക്കെ ഈ ഷുഗർ ബീഡ്സ് ചെന്ന് ഒട്ടിയിരുന്നോളും. എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം ജസ്റ്റ് ഇതൊന്നും എടുത്തിട്ട് ഇങ്ങനെ കുടഞ്ഞു കഴിഞ്ഞാൽ ഒട്ടാത്ത ബീഡ്സൊക്കെ വന്നോളും. ഒട്ടിയതൊക്കെ അവിടെ തന്നെ ഇരുന്നോളും. അപ്പോൾ ഇതൊരു എളുപ്പപ്പണിയാണ് ഗ്ലൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണങ്ങിയതിന് ശേഷം ഇനി നമുക്കിതിൽ ഗ്യാപ്പിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ബീഡ്സ് വെക്കാം. അപ്പോൾ ഗ്യാപ്പ് ഒന്നുകൂടെ ഫില്ലായി കിട്ടില്ലേ. അപ്പോൾ ഷുഗർ ബീഡ്സ് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇടയിൽ ഇങ്ങനെ ഗ്ലൂ ചെയ്തിട്ട് ബാക്കിയുള്ള ഷുഗർ ബീഡ്സും കൂടി നമുക്ക് അതിനകത്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഗ്ലൂ ബോട്ടിലിൻ്റെ ആ ഒരു തുമ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് ഷുഗർ ബീഡ്സ് പിക്ക് ചെയ്തിട്ട് ഗ്ലൂവിലേക്ക് വെച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്ലൈഡോ അല്ലെങ്കിൽ ഇറുക്കിൽ സ്ലൈഡോ ഒക്കെ ഇല്ലേ, അതോ അല്ലെങ്കിൽ പിന്നോ യൂസ് ചെയ്തിട്ടും ഈ സെയിം സംഭവം ചെയ്യാം. അല്ലാണ്ട് നമ്മൾ കൈ കൊണ്ട് വെക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ, താങ്ക് യു.